Next question. The angle of elevation of the tip of a tower from a point on the ground is 45 degree. So, tower ഉണ്ട്. ടവറിൻ്റെ ടിപ്പിൽ നിന്നും ഹൊറിസോണ്ടൽ ഒരു ലൈൻ വരച്ചാൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. മൂവിങ് 21 മീറ്റർ ഡയറക്ട്ലി ടുവേർഡ്സ് ദ ബേസ് ഓഫ് ദ ടവർ. അപ്പോൾ ടവറിൻ്റെ അടുത്തോട്ട് നീങ്ങിപ്പോയി ഒരു 21 മീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ എലിവേഷൻ എന്തായി? ദ ആംഗിൾ ഓഫ് എലിവേഷൻ ചേഞ്ചസ് ടു 60 ഡിഗ്രി. സോ ഈ എലിവേഷൻ എത്രയായി ചേഞ്ച് ചെയ്തു? 60 ഡിഗ്രിയായി ചേഞ്ച് ചെയ്തു. സോ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ, ഇപ്പോൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്താ? ഹൈറ്റ്. ഇവിടുത്തെ ഹൈറ്റ് നമുക്ക് ഈ ലെങ്ത് അറിയില്ല, അത് നമ്മൾ നേരത്തെ എടുത്ത പോലെ എക്സ് ആക്കി എടുത്തു. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ 45 ഡിഗ്രി അല്ലേ ഒരു ആംഗിൾ. നേരത്തെ പോലെ tan 45 എടുക്കുക, tan 60 എടുക്കുക, ഹൈറ്റ് രണ്ട് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, 45 90 ഡിഗ്രി റേഷ്യോ എങ്ങനെയാണ്? 1:1:√2 അല്ലേ. സോ ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് എച്ച് അല്ലേ. സോ ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ത് വരണം? ഇതേ ഹൈറ്റ് തന്നെ വരണ്ടേ. സോ നമുക്ക് എന്തെടുക്കാം? ഹൈറ്റ് എച്ച് ഇസ് ഈക്വൽ ടു എന്തെടുക്കാം? 21 പ്ലസ് എക്സ് എന്നെടുക്കാം ഇല്ലേ. 21 പ്ലസ് എക്സ് എന്ന് എടുക്കാം. ഇനി tan 60 എന്താ പറയുന്നത്? tan 60ൽ വേണ്ട √3 ടൈംസ്, അതായത് tan 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളിൻ്റെ √3 ടൈംസ് അല്ലേ ഇവിടുത്തെ ഹൈറ്റ് അല്ലേ. അപ്പോൾ ഈ എച്ചിനെ നമുക്ക് ഇതിൽ നിന്ന് എന്തെടുക്കാം? √3 ടൈംസ് ഓഫ് എക്സ് എന്ന് എടുക്കാം. സോ ഈ എച്ചിൻ്റെ സ്ഥാനത്ത് നമുക്കിവിടെ എന്തെഴുതാം? √3 ടൈംസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 21 പ്ലസ് എക്സ്. എക്സ് ഒക്കെ ഒരു സൈഡിൽ കൊണ്ടുവരുന്നു, എന്നിട്ട് അവിടെ നിന്ന് എന്ത് കോമൺ എടുക്കുന്നു? എക്സ് കോമൺ എടുക്കുന്നു. സോ √3 മൈനസ് 1 is equal to 21 and x is equal to 21 divided by x. 21 divided by √3 minus 1. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ √3 മൈനസ് 1നെ ഡിനോമിനേറ്ററിൽ √3 മൈനസ് 1 എന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അത് മാറ്റാൻ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം മുകളിലും താഴെയും. സോ എക്സ് ഇസ് ഈക്വൽ ടു 21 ഇൻറ്റു √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? 3 മൈനസ് 1 2 എന്ന് വരും. ഇതാണ് എന്ത്? എക്സിൻ്റെ വാല്യൂ. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഹൈറ്റ് എച്ച് ഇസ് ഈക്വൽ ടു √3 ടൈംസ് ഓഫ് എക്സ് അല്ലേ. സോ 21 ഇൻറ്റു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3 പ്ലസ് √3 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. എന്ത്? ഈ ഇതിൻ്റെ ഹൈറ്റ്. ഇതിന് നിയർലി ഈക്വൽ ടു, നമുക്കൊരു അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കാം, നിയർലി ഈക്വൽ ടു 50 ഇത് വരും. സോ ഹൈറ്റ് ഓഫ് ദ ടവർ എച്ച് ഇസ് ഈക്വൽ ടു 50 മീറ്റർ. ഓക്കെ, ഓപ്ഷൻ എ 50 മീറ്റർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. On walking 120 meter towards a chimney in a horizontal line through its base, the angle of elevation changes from 30 degree to 45 degree. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? അതായത് ഒരു ചിമ്മിനിയുടെ ഹൈറ്റ്, ആദ്യം നമ്മളൊരു ചിമ്മിനി വരച്ചു. അതിൻ്റെ ഓൺ വാക്കിംഗ് 120 meters towards the chimney, അതായത് 120 meter ചിമ്മിനിയുടെ അടുത്തോട്ട് നമ്മൾ നടന്നു വന്നപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയായി? ചേഞ്ചസ് ഫ്രം 30 ഡിഗ്രിയിൽ നിന്നും 45 ഡിഗ്രി ആയി. സോ 30 ഡിഗ്രിയിൽ നിന്ന് എന്തായി? 45 ഡിഗ്രി ആയി. എത്ര മീറ്റർ നടന്നപ്പോൾ? 120 മീറ്റർ നടന്നപ്പോൾ. സോ ഈ ലെങ്ത് അല്ലേ 120 മീറ്റർ. ദെൻ ദ ഹൈറ്റ് ഓഫ് ദ ചിമ്മിനി. ഇപ്പം കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ഈ ഹൈറ്റ് ഇതിന് ഈക്വൽ ആണ് അല്ലേ. ഇത് എച്ച് ആണെങ്കിൽ ഇതും എന്ത് വരും? എച്ച് അല്ലേ. ഇത് എച്ച് ആണെങ്കിൽ ഇതും എച്ച്. ഇനി 30 ഡിഗ്രി അല്ലേ ഇത്. ഈ 30ക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളിൻ്റെ √3 ടൈംസ് അല്ലേ 60ക്ക് ഓപ്പോസിറ്റ് വരേണ്ടത്. സോ നമുക്ക് എങ്ങനെ എടുക്കാം? ഒന്നുകിൽ tan 30 tan 45 എടുത്തിട്ട് നമ്മൾ മുമ്പേ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം?
30ക്ക് ഓപ്പോസിറ്റ് എച്ച് ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് √3 ടൈംസ് ഓഫ് എച്ച്. സോ എന്ത് വരും? √3 ടൈംസ് ഓഫ് എച്ച് ഇൻറ്റു 120 എച്ച് പ്ലസ് 120 എന്ന് വരും. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇതിൻ്റെ ഹൈറ്റ് അല്ലേ? ഇവിടുത്തെ ഈ 45 ഡിഗ്രി, നമ്മളിവിടെ 1 എടുത്ത എന്താ കാര്യം? ഇതാ ഇവിടെ 45 ഡിഗ്രി ആയതുകൊണ്ട് ഇതും 45 ഡിഗ്രി ആണ്. സോ സൈഡിൻ്റെ റേഷ്യോ 1:1. ഇത് എച്ച് ആണെങ്കിൽ ഇത് എന്ത് വരും? എച്ച് വരും. എച്ച് ആണെങ്കിൽ അത് എച്ച് വരും. ഇനി ഇവിടെ നമുക്ക് tan 30 എഴുതിയാൽ എങ്ങനെ എഴുതാം? tan 30 is equal to opposite side h divided by adjacent side h plus 120. tan 30യുടെ വാല്യൂ എത്രയാ? 1/√3 is equal to h by h plus 120. സോ എന്തെടുക്കാം? 120 plus h is equal to √3 times of h, and h is equal to 120 divided by √3 minus 1. ഈ √3 minus 1നെ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. സോ എന്ത് വരും? ഫൈനൽ h is equal to 120 into √3 plus 1 divided by 3 minus 1, 2. So 2 120 ക്യാൻസൽ ചെയ്യുമ്പം 60. So height of chimney h is equal to 60 into √3 plus 1. Okay. അപ്പോൾ ഹൈറ്റ് എന്ത് കിട്ടി? 60 into √3 plus 1. ആൻസർ ഓപ്ഷൻ എ. 60 into √3 plus 1. ക്ലിയർ ആയോ? നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്കിനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ മാൻ സ്റ്റാൻഡിങ് അറ്റ് എ പോയിന്റ് പി ഈസ് വാച്ചിങ് ദ ടോപ്പ് ഓഫ് എലിവേഷൻ. അതായത് ഇതെവിടെ നോക്കുന്നു? എലിവേഷൻ ആംഗിൾ എന്ത് തന്നിട്ടുണ്ട്? 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ദ മാൻ വാക്സ് സം ഡിസ്റ്റൻസ്. ഈ പിയിൽ നിന്നും ക്യൂ വരെ നടന്നു. ടുവേർഡ്സ് ദ ടവർ ആൻഡ് ഹിസ് ആംഗിൾ ഓഫ് എലിവേഷൻ ടു ടോപ്പ് ഈസ് 60 ഡിഗ്രി. ടവറിൻ്റെ അടുത്തോടെ നടന്നപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്തായി? 60 ഡിഗ്രി ആയി. സോ ടവർ SR എന്ന് പറയുന്നതിൻ്റെ ഹൈറ്റ് എന്താ? 30 മീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ദെൻ ദ ഡിസ്റ്റൻസ് ഹി വാക്സ്. അപ്പോൾ ഇയാൾ നടന്ന ഈ ഡിസ്റ്റൻസ് ആണ്, PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ 30 മീറ്റർ എന്നിവിടെ തന്നല്ലോ, അത് എന്തിന് ഓപ്പോസിറ്റുള്ള ആംഗിളാണ്? ഈ 30 ഡിഗ്രി എലിവേഷൻ ഓപ്പോസിറ്റുള്ള ആംഗിൾ അല്ലേ 30 മീറ്റർ. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ S എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. സോ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്ത് വരും? 30 ഡിഗ്രി ഓപ്പോസിറ്റ് T ആണെങ്കിൽ PR എന്ന് പറയുന്നത് എന്ത് വരും? PR is equal to 30√3 വരത്തില്ലേ? വരും. ഇനി നോക്കിക്കേ, ഈ ആംഗിൾ 60 ഡിഗ്രി, അതായത് ആംഗിൾ Q എന്ന് പറയുന്നത് ക്യൂവിന് ഓപ്പോസിറ്റ് 30 ഡിഗ്രി ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എന്ത് വരണം? 30ക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ, 30ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് QR is equal to 30/√3 ആയിരിക്കണ്ടേ? ഇതിൻ്റെ √3 എടുക്കുമ്പോഴല്ലേ 60ക്ക് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ √3 ടൈംസ് അല്ലേ. സോ QR is equal to എന്ത് വരണം? 30/√3 is equal to 10√3. √3 കൊണ്ട് മുകളിലും താഴെയും കുടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10√3 എന്ന് കിട്ടും. സോ ആ ലെങ്ത് PR-ഉം കിട്ടി, QR-ഉം കിട്ടി. സോ നടന്ന ഡിസ്റ്റൻസ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? PQ is equal to PR minus QR is equal to 30√3 minus 10√3 is equal to എത്ര വരും? 20√3. നമ്മുടെ ഓപ്ഷൻ A 20√3. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഫ്രം 2 points which are at distance of 10 meter and 5 meter from the base of the tower and in the same straight line with are complementary എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കോംപ്ലിമെൻ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആംഗിൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 90 ഡിഗ്രി കിട്ടണം, അല്ലയോ?
ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഫ്രം 2 പോയിന്റ്സ്. ദാണ്ട 2 പോയിന്റിൽ നിന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എടുക്കുമ്പോൾ ടവറിൻ്റെ ബേസിൽ നിന്ന് 10 മീറ്ററും 5 മീറ്ററും നീളത്തിലുള്ള 2 പോയിന്റ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. PQRS. സോ QS എന്ന് പറയുന്നത് എത്രയാ? 10 മീറ്റർ ഡിസ്റ്റൻസ്. QR എന്ന് പറയുന്നത് 5 മീറ്റർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആംഗിൾ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കോംപ്ലിമെൻ്ററി. അതായത് ഇത് തീറ്റയാണെങ്കിൽ ഇത് എന്ത് വരും? 90 മൈനസ് തീറ്റ. ഇവിടെ രണ്ടുകൂടെ ഈ PQ ഹൈറ്റ് എന്താ? സെയിമാ. സോ നമുക്ക് എന്ത് പറയാം? tan theta is equal to h by 10 and tan 90 minus theta is equal to h by 5 അല്ലേ? സോ tan 90 minus theta എന്താ? cot theta. cot theta is equal to h by 5 ആണെങ്കിൽ tan theta എന്ത് വരും? tan theta is equal to 5 by h. സോ ഈ tan theta രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. സോ h by 10 is equal to h by 5 and then h square is equal to 50 and h is equal to 5 root 2. So length of the tower PQ is equal to 5 root 2. നമ്മുടെ ആൻസർ ഓപ്ഷൻ C. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇനി പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും ആംഗിൾ ഓഫ് എലിവേഷൻ ആയിരുന്നു. 10th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്. സോ ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഫ്രം എ ബ്രിഡ്ജ് ടു എ ബോട്ട് ഇൻ റിവർ ഈസ് 30 ഡിഗ്രി. അതായത് ഒരു റിവറിലെ ബ്രിഡ്ജിൻ്റെ താഴെ നിൽക്കുന്ന ഒരു ബോട്ടാണ്. ഇതാണ് നമ്മുടെ ബ്രിഡ്ജെങ്കിൽ, ബോട്ട് എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുക, ബോട്ട് ഇതാണ് നമ്മുടെ ബോട്ടെന്ന് വെച്ചോ. ഈ ബോട്ടിൻ്റെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ഈ ഹൊറിസോണ്ടലും ഈ താഴോട്ട് വരുന്നതല്ലേ ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ഈ തമ്മിലുള്ള ആംഗിൾ എത്രയാ? 30 ഡിഗ്രി. ദ ബ്രിഡ്ജ് ഈസ് 15 മീറ്റർ എബോവ് ദ വാട്ടർ ലെവൽ. സോ ഈ വാട്ടർ ലെവലിൽ നിന്നും ഇത് എത്ര ഡിസ്റ്റൻസ് മുകളിലാണ്? 15 മീറ്റർ. നമ്മുടെ വെള്ളം ബോട്ട് എത്ര മീറ്റർ മുകളിലാണ്? 15 മീറ്റർ. എങ്കിൽ ചോദിച്ചിരിക്കുന്നത് ദ ലെവൽ ഓഫ് ആൻഡ് ദ സ്പീഡ് ഓഫ് ബോട്ട് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്. ബോട്ടിൻ്റെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് എങ്കിൽ ഹൗ മച്ച് ടൈം വിൽ ബോട്ട് ടേക്ക് ടു റീച്ച് അണ്ടർ ദ ബ്രിഡ്ജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ബ്രിഡ്ജിനടിയിൽ എത്തുന്ന സമയം. അപ്പം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന് ഈ ബ്രിഡ്ജിൻ്റെ ലെങ്ത് വേണം അല്ലയോ? tan 30. ഇത് tan 30 ആണെങ്കിൽ ഈ ആംഗിൾ എന്താ? 60 ഡിഗ്രി. 30ക്ക് ഓപ്പോസിറ്റ് 50 മീറ്റർ ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് 15 root 3. കിട്ടിയില്ലേ? ഈ ഡിസ്റ്റൻസ് എന്ത് കിട്ടി? ഈ ബ്രിഡ്ജിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 root 3. ഇനി ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട് ബോട്ടിൻ്റെത് 5 മീറ്റർ പെർ സെക്കൻഡ്. സോ ടൈം ടി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 root 3 ഡിവൈഡ് ബൈ സ്പീഡ് 5 ഇസ് ഈക്വൽ ടു 3 root 3 seconds. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 3 root 3 സെക്കൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇപ്പം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് an airplane flying vertically above the ground as observed from the two consecutive stones 2 kilometers apart are 45 degree and 60 degree. എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? എന്താണ്? ഒരു എയ്റോപ്ലെയിൻ ഇങ്ങനെ പോവാ, എയ്റോപ്ലെയിൻ പോകുന്നു. ഈ എയ്റോപ്ലെയിൻ പോകുന്നത് ഗ്രൗണ്ട് ലെവലിലെ 2 ഡിഫറൻറ്റ് പോയിൻറ്റ്സിൽ നിന്നും നോക്കുന്നു. ഓക്കെ, ഇതാണ് എയ്റോപ്ലെയിൻ എബോവ് ദ ഗ്രൗണ്ട് വരുന്ന ഹൈറ്റ്. ഇനി ഇതാ ഇവിടെ നിന്ന് നോക്കുന്ന ആളുടെ ലൈൻ ഓഫ് സൈറ്റ്, ഇവിടെ നിന്ന് പറയുന്നത് ഈ മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രിയും ഇവിടെ നിന്ന് നോക്കുന്നത് 60 ഡിഗ്രിയും ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 സ്റ്റോൺസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? 2 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അല്ലേ? എങ്കിൽ ദ ഹൈറ്റ് ഓഫ് എയർപ്ലെയിൻ എബവ് ദ ഗ്രൗണ്ട് ഈസ്, അതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നോക്കിക്കേ, ഇത് അല്ലേ ദ ഹൈറ്റ് ഓഫ് എയർപ്ലെയിൻ എബവ് ദ ഗ്രൗണ്ട് അല്ലേ, ഇതല്ലേ ഹൈറ്റ്, ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ ഈ √3 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 60 ഡിഗ്രിക്ക് വരുന്നതിൻ്റെ ബൈ √3 ആണെന്ത്, ഈ ഇവിടെ വരുന്ന ഹൈറ്റ്. അതുപോലെ ഇത് 45 ഡിഗ്രി അല്ലേ, ഈ 45 ഡിഗ്രി ആണെങ്കിൽ ഈ h = എന്ത് വരും, ഈ 2 കിലോമീറ്റർ പ്ലസ് h ബൈ √3. tan 45 എന്ന് വെച്ചാൽ എന്താ, നമുക്ക് എഴുതാം tan 45 = 1 ആണ്, = h ഡിവൈഡഡ് ബൈ 2 പ്ലസ് h ബൈ √3 എന്ന് എഴുതാം. 2 പ്ലസ് h ബൈ √3 = h. എന്തെഴുതാം, 2√3 പ്ലസ് h = h √3. സോ h = 2√3 ഡിവൈഡഡ് ബൈ √3 മൈനസ് 1. സോ h = 2√3 divided by √3 minus 1. ആൻസർ ഓപ്ഷൻ സി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13. The length of the shadow of a person is x when the angle of elevation of the sun is 45 degree. So ഒരാളുടെ ലെങ്ത്, അയാളുടെ ഷാഡോ വീഴുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഷാഡോയുടെ ലെങ്ത് എക്സ് ആണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്ത് വരും, എക്സ് വരും. ഇഫ് ദ ലെങ്ത് ഓഫ് ദ ഷാഡോ ഈസ് ഇൻക്രീസ്ഡ് ബൈ √3 മൈനസ് 1. ഷാഡോയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇതാ ഇങ്ങോട്ട് പോകണ്ടേ. സോ ലെങ്ത് എന്തായി, ലെങ്ത് ഇൻക്രീസ് ചെയ്തു. ഈ ആംഗിൾ ഇവിടെ തീറ്റ വന്നപ്പോൾ ഇവിടെ എന്തായി, ലെങ്ത് എത്ര ഇൻക്രീസ് ചെയ്തു, √3 മൈനസ് 1 എക്സ് ടൈംസ് ഇൻക്രീസ് ചെയ്തു. എങ്കിൽ ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ സൺ ഷുഡ് ബിക്കം. ഓക്കെ, നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇത് 45 ഡിഗ്രി ആയപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ. സോ ഇവിടെ എങ്ങനെ എടുക്കാം, ഈ ആംഗിൾ ഓഫ് എലിവേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, tan തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് √3 മൈനസ് 1 ഇൻറ്റു എക്സ് എന്നെടുക്കാം. സോ എക്സ് പ്ലസ് √3 മൈനസ് 1 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നെടുക്കാം. എന്ത് വരും, എക്സ് പ്ലസ് √3 എക്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ tan തീറ്റ ഉണ്ടല്ലോ ഇവിടെ, tan തീറ്റ ഇൻറ്റു അല്ലേ വരുന്നത്. സോ tan തീറ്റ ഇൻറ്റു അല്ലേ, സോ tan എക്സ് അല്ല, tan തീറ്റ ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സ് വെട്ടിപ്പോൾ 1 ബൈ tan തീറ്റ ഇസ് ഈക്വൽ ടു 1 ബൈ √3. നമുക്കറിയാം തീറ്റയ്ക്ക് 1 ബൈ √3 വരുന്ന ആംഗിൾ ഏതാ, ടാനിൻ്റെ 30 ഡിഗ്രി. സോ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി. ഇതല്ലാതെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് എങ്ങനെ എടുക്കാം, ഇതെവിടെ നോക്കിക്കേ, ഫസ്റ്റ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്തായിരുന്നു, 45 ഡിഗ്രി ആയിരുന്നു. അത് കുറഞ്ഞതല്ലേ, ആ ആംഗിൾ ഓഫ് എലിവേഷൻ കുറഞ്ഞപ്പോഴല്ലേ ഷാഡോയുടെ ലെങ്ത് കൂടിയത്. അപ്പോൾ എന്തായാലും ആംഗിൾ ഓഫ് എലിവേഷൻ 45 ഡിഗ്രിയേക്കാൾ ബിലോ ഒരു ആംഗിൾ ആയിരിക്കുമല്ലോ. ഇവിടെ ഓപ്ഷനിൽ അത് ഏത് മാത്രമേ ഉള്ളൂ, 30 ഡിഗ്രി. നമുക്കങ്ങനെ ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിൽ ഇത് പിക്ക് ചെയ്യാം. സോ ആൻസർ എന്ത് വരും, ഓപ്ഷൻ എ 30 ഡിഗ്രി.